ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ കൃഷ്ണമംഗലത്ത് നമ്മുടെ ഇന്ദ്രാമ്മ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഞാൻ ഇപ്പം തന്നെ ദേവമംഗലത്തേക്ക് പോവാം, അവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയണം എന്നും പറഞ്ഞ് ദേവമംഗലത്തേക്ക് പോകാൻ തുടങ്ങുന്ന ഇന്ദ്രാമ്മയെ അച്യുതനും രാജശ്രീയും കൂടി തടയും. അമ്മേ, ഇപ്പം തൽക്കാലം അമ്മ അവിടേക്ക് പോവണ്ട, ഞാൻ അലോകിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, എന്താ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം എന്ന് പറയാൻ കേട്ടോ. അപ്പം നമ്മുടെ ഇന്ദ്രാമ്മ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യണമെന്നറിയാതെ. അനുമോള് ചതിച്ചോ അതോ ഇനി അലോക് അനുവിനെ കടത്തിക്കൊണ്ട് പോയതാണോ? അങ്ങനെയുള്ള പല പല ചിന്തകൾ നമ്മുടെ ഇന്ദ്രാമ്മയുടെ മനസ്സിലൂടെ കടന്നു പോവാണ് കേട്ടോ. ഇതേ സമയം അച്യുതനാണെങ്കിൽ അലോകിനെ ഫോൺ വിളിക്കാം. അലോകാണെങ്കിൽ അനുവിനെ കെട്ടിയിട്ട ആ റൂമിൽ തന്നെ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. ഫോൺ ബെല്ലടിക്കുന്ന കേൾക്കുമ്പം അലോക് പയ്യെ ഉണരും. ഓ, നേരം വെളുത്തല്ലേ, ഇന്നിവളുടെ കല്യാണമല്ലേ. ഇന്നിവളുടെ കല്യാണം മുടങ്ങി ഇവളുടെ കുടുംബത്തിലുള്ളവരൊക്കെ നാട്ടുകാരുടെയും കല്യാണ വീട്ടുകാരുടെയും മുന്നിൽ നാണം കെട്ട് അപമാനപ്പെട്ട് നിൽക്കുന്നത് ഞാൻ എൻ്റെ വീട്ടുകാരെ കാണിച്ചു കൊടുക്കും എന്ന് അലോക് മനസ്സിൽ പറയാൻ കേട്ടോ. അച്ഛൻ ഇപ്പം ഫോൺ വിളിച്ചാൽ എടുക്കണ്ട, തൽക്കാലം കട്ട് ചെയ്ത് വിടാം എന്നും പറഞ്ഞ് അച്യുതൻ്റെ ഫോൺ കോളുകൾ കട്ട് ചെയ്ത് വിടാം. അച്ഛൻ എന്നെപ്പറ്റി എന്താ പറഞ്ഞത്? ഒന്നിനും കൊള്ളാത്ത ഒരു പൊട്ടനാ ഞാനെന്നല്ലേ. ഇന്നെൻ്റെ അച്ഛന് മനസ്സിലാകും ഈ അലോക് ആരാണെന്ന്. ഞാൻ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ ഏതറ്റം വരെ പോകുമെന്ന് അച്ഛനൊന്ന് ബോധ്യപ്പെടട്ടെ. അച്ഛൻ്റെ മനസ്സിൽ എൻ്റെ സ്ഥാനം ഉയരണം എന്നൊക്കെ അലോക് അവിടെ നിന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം ദേവമംഗലത്ത് നമ്മുടെ ബാലനും ഗോമതിയും ആകെ തകർന്ന് നിൽക്കുക. അപ്പൊ ഗോമതി പറയും, എങ്ങനെ തോന്നി ബാലട്ട നമ്മുടെ മോൾക്ക് നമ്മളെ ചതിക്കാനായിട്ട് എന്ന് ചോദിക്കുക. ഇത് കേൾക്കുന്ന മീന് പറയും, എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? അനുമോളെ പറ്റി അമ്മ ഇങ്ങനെയൊക്കെയാണോ കരുതി വെച്ചിരിക്കുന്നത്? അപ്പം ഇത്രയും പറയും, നമ്മുടെ അനുമോള് ഒരിക്കലും നമ്മളെ ചതിക്കില്ല അപ്പച്ചി, അവളെ പറ്റി അപ്പച്ചി ഇങ്ങനെ പറയരുത് എന്ന് പറയാം. പിന്നെ അവൾ എവിടെ പോയി എന്ന് അപ്പൊ ഗോമതി അവരോട് ചോദിക്കാൻ കേട്ടോ. അത് അവൾ മനഃപൂർവ്വം ഒരിടത്തും ഇറങ്ങി പോകത്തില്ല എന്ന് മിത്ര പറയണേ. പെട്ടെന്ന് നമ്മുടെ ആനന്ദം പറയും, അവൾ നമ്മളെ ചതിച്ചിട്ടുള്ളതാണെങ്കിൽ ഒരിക്കലും അവളോട് ക്ഷമിക്കില്ല ഞാൻ, അവളെ പിന്നെ ജീവനോടെ ഞാൻ വെച്ചേക്കില്ല എന്ന് ആനന്ദ് പറയാം. ഇത് കേൾക്കുന്ന ആരും പറയും, അവളെ കൊണ്ട് സാധിക്കുവേട്ടാ നമ്മളെ ചതിക്കാൻ. അവളെ നമ്മൾ എങ്ങനെ വളർത്തിയതാ? താഴത്തും തലയിലും വെക്കാതല്ലേ അവളെ നമ്മൾ വളർത്തിയത്. നമ്മൾ കൊടുത്ത സ്നേഹത്തിൽ കളങ്കമുണ്ടായിരുന്നോ? ആ സ്നേഹം മറന്നുകൊണ്ട് നമ്മളെല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് അവൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ മീനു പറയും, ഒരിക്കലുമില്ല, അനുമോൾ ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ ഉള്ളവരെല്ലാം വേദനിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കത്തില്ല, അതെനിക്ക് ഉറപ്പാ എന്ന് പറയണേ. അത് കേൾക്കുന്ന ആനന്ദ് പറയും, ഏയ് മീനു, ഈ ലോകത്ത് ആരെയും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമ്മളെ ചതിക്കും, നമ്മുടെ കഴുത്തറക്കുന്ന പ്രവൃത്തികൾ ചെയ്യും. അതൊക്കെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്ന് ആനന്ദ് പറയൂ കേട്ടോ. അപ്പോൾ ആനന്ദിൻ്റെ ഈ സംസാരം കേൾക്കുമ്പം മീനു ആണെങ്കിൽ എന്ത് മറുപടി പറയണം എന്നറിയാതെ നിൽക്കുക. സമയം മിത്ര പെട്ടെന്ന് പറയും, ഞാൻ അവളുടെ റൂമിൽ ഒന്ന് പോയി ഒന്നും കൂടെ നോക്കട്ടെ അപ്പച്ചി, അവൾ എവിടെയാണെന്നുള്ളതിന് എന്തെങ്കിലും തെളിവുകൾ കിട്ടിയാലോ എന്ന് പറയാൻ കേട്ടോ. അപ്പം ആരും ചോദിക്കും, നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കണ്ടേ എന്ന് ചോദിക്കുക. അതെ, എന്തെങ്കിലും ചെയ്യണം, ഇപ്പം ജീവനും ജീവൻ്റെ വീട്ടുകാരും എല്ലാം ഇങ്ങനെ എത്തും ബാലേട്ട എന്ന് ഗോമതി പറയാം. അവർ വരുന്നതിന് മുന്നേ നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് ചോദിക്കുക. അവളെ കണ്ടെത്തണ്ടേ എന്ന് പറയാം. അപ്പോൾ ബാലൻ ഇതിനൊന്നും മറുപടി ഇല്ലാതെ ആകെ തലകുനിച്ച് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മീനു പറയും, സുഗിന് ചേച്ചി കൃഷ്ണമംഗലത്ത് വരേക്ക് പോയിട്ടുണ്ടല്ലോ, ചേച്ചി തിരിച്ചു വരട്ടെ, അലോക് അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയണം, അതിനുശേഷം എന്തെങ്കിലും നമുക്ക് ചെയ്യാം എന്ന് പറയണേ. അങ്ങനെ അപ്പം എല്ലാവരും അത് ശരി വെച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക. ഗോമതി അങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് തലയ്ക്ക് കൈ കൊടുത്തിരിക്കുക. ഈശ്വര, എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട്. ഇതേ സമയം സുഗന്യ അങ്ങോട്ട് വരിക. അപ്പം ബാലൻ ചോദിക്കും, സുഗന്യെ അലോകിനെ കുറിച്ച് അന്വേഷിച്ചോ? അവൻ അവിടെ ഉണ്ടോ? ഇല്ല ബാലേട്ട, അലോക് അവിടെ ഇല്ല എന്ന് സുഗന്യ അപ്പം പറയാ. അവിടെ ഇല്ലേ അവൻ എന്ന് അപ്പം എല്ലാവരും ചോദിക്കുകയാണ് കേട്ടോ. ആര്യം പറയും, ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ പിന്നിൽ അവൻ തന്നെയാ. ആര്യ, അനുവിനെ കാണാനാകുന്നതിന് പിന്നിൽ അലോക് അല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. അലോക് ഒരു കൂട്ടുകാരൻ്റെ കല്യാണത്തിന് എറണാകുളത്ത് പോയിരിക്കാന്നാ അവിടുന്ന് എനിക്കറിയാൻ പറ്റിയത്. അല്ല, നിന്നോടിത് ആരാ പറഞ്ഞത് എന്ന് അപ്പം ബാലൻ ചോദിക്കുകയാണ് കേട്ടോ. അത് പിന്നെ അച്യുതേട്ടനാ പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് ആനന്ദ് ചോദിക്കും, അയാൾ പറഞ്ഞതിന് സത്യമാണെന്നുള്ളതിന് ഉറപ്പൊന്നുമില്ലല്ലോ. ആനന്ദ, അച്യുതേട്ടൻ എന്തിനാ എന്നോട് കള്ളം പറയുന്നേ എന്ന് അപ്പം സുഗിന് ചോദിക്കുക. ബാലേട്ട, നമ്മുടെ മോളെ എവിടെ പോയി നമ്മളിനി അന്വേഷിക്കും ബാലേട്ട എന്നും പറഞ്ഞുകൊണ്ട് കോമതി അവിടെ തലയ്ക്ക് കൈയും കൊടുത്ത് ഇരുന്ന് പോവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് സുഗിൻ്റെ മനസ്സിൽ പറയും, എൻ്റെ ഈശ്വര, അവൻ ആ പെൺകൊച്ചിനെ എന്ത് ചെയ്തോ എന്തോ, അവൾക്ക് വല്ലോ സംഭവിച്ചു പോയാ എൻ്റെ ദൈവമേ, ഈ വീട്ടിൽ നിന്ന് ഞാനും കൂടി ഇറങ്ങിക്കൊടുക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ സുഗന്യ അവിടെ നിന്ന് ആലോചിക്കുക.
ഇതേ സമയം നമ്മുടെ അനുവിൻ്റെ കെട്ടുകളൊക്കെ അഴിക്കാനായിട്ട് ശ്രമിക്കുവാണ് കേട്ടോ അലോക്. അപ്പോൾ ഒരു കുപ്പി വെള്ളം എടുത്തുകൊണ്ട് വന്ന് അവളുടെ മുഖത്ത് തളിച്ച് ഉണർത്താനായിട്ട് നോക്കുക. ഇനിയും നീ ഇങ്ങനെ ഉറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അവളുടെ മുഖത്തേക്ക് വെള്ളം തളിക്കുവാണേ. അപ്പോൾ വെള്ളം തളിക്കുമ്പം പെട്ടെന്ന് ബോധം വന്നതുപോലെ അനുമോള് കണ്ണു തുറന്ന് ചുറ്റും നോക്കുക. എന്നിട്ട് എങ്ങനെയെങ്കിലും എഴുന്നേൽക്കാനായിട്ട് നോക്കുക. അപ്പോഴാണ് അടുത്ത് നിൽക്കുന്ന അലോകിനെ ശ്രദ്ധിക്കുന്നത്. എടീ, നീ ഭയങ്കര ബഹളമായിരുന്നു, അതുകൊണ്ടാണ് നിന്റെ വാ ഞാൻ കെട്ടിവെച്ചത്. അല്ലെങ്കിലേ നാട്ടുകാരെ മുഴുവനും നീ അറിയിക്കും. പിന്നെ ഇവിടെ കിടന്ന് നീ ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. ഈ പരിസരത്തെങ്ങും ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല. അപ്പോഴത്തേക്കും അവൾ എന്തൊക്കെയോ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആലോചിക്കുക, എന്താ ഈ പറയുന്നത്, എന്താ നീ കിടന്ന് പറയുന്നത് എന്ന് ചോദിക്കുക. അപ്പം അനുമോള് വീണ്ടും കിടന്ന് വെപ്രാളം കാണിക്കുക. എൻ്റെ കെട്ടഴിച്ചു വിട എന്ന് ഒരു വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ബഹളം വെക്കുകയല്ലെന്ന് ഉറപ്പ് തരുവാണെങ്കിൽ നിന്റെ വായിലെ കെട്ടഴിച്ചു വിടാം, ഉറപ്പാണോ എന്ന് അലോക് വീണ്ടും ചോദിക്കുക. അപ്പം അനുശ്രീ തലയാട്ടു കേട്ടോ. ഉറപ്പാ എന്നുള്ള രീതിയിൽ അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോണം, ഞാൻ പറയുന്നത് പോലെയൊക്കെ അനുസരിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ മാത്രം നിന്റെ കെട്ടുകൻ അഴിച്ചു വിടും, അല്ലെങ്കിൽ എൻ്റെ പൊന്നുമോള് അവിടെ കിടക്കുള്ളൂ, എന്നിട്ട് കെട്ടഴിച്ചു വിടും കേട്ടോ. അപ്പം അനുശ്രീയാണെ ചുമച്ചുകൊണ്ട് പതിയെ ശ്വാസമൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് അവിടെ ഇരുന്ന് കരയുവാണ് കേട്ടോ. തൻ്റെ വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥയോർത്ത് മാപ്പ് പറഞ്ഞ് എല്ലാം അവസാനിപ്പിച്ച് എന്നെ എൻ്റെ പാട്ടിന് വിടാമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നത്. എന്നിട്ട് നീ എന്താ ലോകെ ചെയ്ത് കൂട്ടിയിരിക്കുന്നത്? നിന്നെ വിശ്വസിച്ച് മാത്രമാണ് എനിക്ക് ഈ അവസ്ഥ വന്നത്. നിന്നെ വിശ്വസിച്ചുകൊണ്ട് മാത്രമല്ലേ ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നിട്ട്. എന്നിട്ട് നീ എന്നോട് എത്ര വലിയ ചതി ചെയ്തത്. എന്തൊക്കെയാ പറയുന്നത്? മാപ്പ് പറയാൻ മാത്രമല്ലേ അലോക് ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നത്. എന്തൊരു അഭിനയമാ ഡീ. നിനക്ക് നിന്റെ മറ്റവൻ്റെ കൂടെ പോയി സുഖമായിട്ട് ജീവിക്കാനല്ലേടി നീ എന്നോട് മാപ്പ് പറയാൻ വന്നത് എന്നും പറഞ്ഞ് അനുശ്രീയുടെ മുടിക്ക് കുത്തിപ്പിടിക്കുക. അല്ലാതെ എന്നോടുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ടാണോ നീ അങ്ങനെ ചെയ്തത്? അലോക് പ്ലീസ് എന്നെ ഒന്ന് അഴിച്ചു വിട് പ്ലീസ്. ഇന്ന് എൻ്റെ കല്യാണ, എൻ്റെ വീട്ടുകാരെല്ലാവരും അപമാനിക്കപ്പെട്ട് നിൽക്കും, അതെനിക്ക് താങ്ങാൻ സാധിക്കില്ല. ഇപ്പോഴെങ്കിലും ഞാൻ അവിടെ എത്തിയില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാകും. ആ പ്രശ്നം ഉണ്ടാകണം, പ്രശ്നങ്ങൾ ഉണ്ടാകണോടി, അതിനു വേണ്ടിയല്ലേടി ഞാൻ ഇതെല്ലാം ചെയ്ത് കൂട്ടിയത് എന്നും പറഞ്ഞുകൊണ്ട് അനുശ്രീയുടെ മുന്നിൽ നിന്നുകൊണ്ട് അലോക് കൈയടിക്കുക. അത് തന്നെ അടി എനിക്ക് വേണ്ടത്. അലോകെ, ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കാം അലോകെ പ്ലീസ്. ഞാൻ തിരിച്ചു തന്നില്ലെങ്കിൽ അവമാനം താങ്ങാൻ സാധിക്കാതെ എൻ്റെ അച്ഛൻ വിലപ്പം ആത്മഹത്യ ചെയ്യും. നിന്റെ തന്തയുണ്ടല്ലോ ആ ബാലൻ, അയാൾ കെട്ടിത്തൂങ്ങണം. മകള് കൊടുത്ത അപമാന ഭാരത്താൽ നെഞ്ചുരുകി കെട്ടിത്തൂങ്ങി ചാകണം. എടി, നിന്റെ അച്ഛൻ അങ്ങനെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്താ അതിൻ്റെ പേരിൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ അലോകായിരിക്കൂടി. ഞാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാ. അയാൾ ചത്ത് തൊലയിട്ടടി, അതാടി ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഗോമതി സ്റ്റോർ ബാലൻ എന്നും പറഞ്ഞാൽ അവിടെ നിന്ന് തുപ്പൂട്ടോ. എന്തിനാ അലോകെ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഞാൻ നിന്നെ വിശ്വസിച്ചതിൻ്റെ പേരിലാണോ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് അനുശ്രീ ചോദിക്കുക. നീ എന്നെ വിശ്വസിച്ചെന്നോ? ഒന്ന് പോടി, കഷ്ടം. അവൾ എന്നെ വിശ്വസിച്ചു പോലും. നീ എൻ്റെ മുന്നിൽ വന്ന് നിന്നതേ മണ്ടത്തരവായിപ്പോയി. കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നിന്നെ ഞാൻ വളച്ച് കുപ്പിയിലാക്കിയത് തന്നെയാ. നീ എന്തിനാടി എൻ്റെ പ്ലാനിൽ വന്ന് വീഴാൻ തുടങ്ങിയത്? അല്ലാതെ എനിക്ക് നിന്നോട് ഒരു പ്രേമവും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ലായിരുന്നു. നിന്നെ കെട്ടേണ്ടത് എൻ്റെ ആവശ്യമായി പോയടി. നീ കൃഷ്ണമംഗലത്ത് ജീവിച്ചാൽ ഞങ്ങളുടെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അതിനുവേണ്ടി ആടി നിന്നെ ഞാൻ വളച്ചൊടിച്ചത്. പക്ഷെ നീ ഒരു പൊട്ടി ആയതുകൊണ്ട് എൻ്റെ വലയിൽ വന്ന് വീഴുകയും ചെയ്തു. ഇതേ സമയം ദേവമംഗലത്തെ എല്ലാവരും ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പോൾ ഗോമതി ബാലനെ നിർബന്ധിക്കുക. ബാലേട്ടാ, ഇവിടെ ഇങ്ങനെ ഇരിക്കാതെ അവളെ എവിടെയെങ്കിലും പോയി ഒന്ന് അന്വേഷിക്കുക ബാലേട്ടാ. അപ്പോഴത്തേക്കും ബാലൻ ദേഷ്യപ്പെട്ടുകൊണ്ട് ഗോമതിയോട് അടുത്തേക്ക് തിരിയൂട്ടോ. എവിടെ പോയി അന്വേഷിക്കാനാ ഞാൻ എന്ന് ചോദിക്കുക. എവിടെ പോയി അന്വേഷിക്കാനെന്നാ നീ പറയുന്നത്? പറയാൻ ഗോമതി, എവിടെ പോയാൽ ഞാൻ അന്വേഷിക്കണ്ടേ എന്ന് ബാലൻ വീണ്ടും ഗോമതിയോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ഗോമതി അതിന് മറുപടി ഇല്ലാതെ നിൽക്കുക. എൻ്റെ മോൾ എന്നെ ചതിക്കില്ലെന്ന് ഞാൻ വിശ്വസിച്ച് പോയി. വിശ്വസിച്ചു പോയിന്ന് നിനക്കെന്താ ഭ്രാന്താണോ ഗോമതി? നമ്മുടെ മോള് ഒരിക്കലും ആ അലോകിൻ്റെ കൂടെ പോവില്ല, എനിക്ക് ഉറപ്പാ. അവൾ നമ്മളങ്ങനെ ചതിക്കില്ല. മറ്റാരുടെ കൂടെ പോയാലും അവൻ്റെ കൂടെ അവൾ പോകില്ല എന്ന് ബാലൻ പറയാം. അവൾക്ക് അതിന് സാധിക്കില്ല. അവൾക്ക് മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാ. അല്ലാതെ ഇങ്ങനൊന്നും ചെയ്യില്ല എന്ന് പറയാം. ഇതേ സമയം
ആനന്ദിൻ്റെ ഫോണിലേക്ക് ജീവൻ്റെ വീട്ടിൽ നിന്ന് കോള് വരിക. എടാ ദേ ജീവൻ്റെ വീട്ടിൽ നിന്നാണ് കോള് വരുന്നത്, അവരെല്ലാം അറിഞ്ഞിട്ടുണ്ടാകും, ഞാനിപ്പോൾ എന്താടാ പറയേണ്ടത് എന്ന് ആര്യനോട് ചോദിക്കാൻ കേട്ടോ. എനിക്കറിയില്ല ഏട്ടാ, എനിക്കൊന്നും അറിയില്ല. എടാ നീ ഇങ്ങ് വന്നേ, അകത്തേക്ക് പോകാം എന്ന് പറയാൻ കേട്ടോ. പെട്ടെന്ന് ബാലൻ്റെ ഫോണും ബെല്ലടിക്കുക. ദേ ജീവൻ്റെ വീട്ടുകാരാ. അച്ഛാ ദേ ജീവൻ എന്നെ പല തവണയായിട്ട് വിളിക്കുന്നു എന്ന് പറഞ്ഞ് ആര്യൻ ബാലൻ്റെ അടുത്തേക്ക് ചെല്ലുക. ദൈവമേ എന്താ ഇതൊക്കെ? അപ്പോഴത്തേക്കും ബാലൻ പറയും, ജീവനും ബന്ധുക്കളും മണ്ഡപത്തിൽ എത്തിക്കാണും, നമ്മളെ അവിടെ കാണാത്തത് കൊണ്ടായിരിക്കും അവർ വിളിക്കുന്നത് എന്ന് ബാലൻ പറയാം. ബാലേട്ട ആ ഫോൺ എടുത്ത് ബാലേട്ടൻ എന്തെങ്കിലും അവരോടൊന്ന് പറ എന്ന് ഗോമതി അപ്പം ബാലനോട് പറയണം കേട്ടോ. അപ്പം ബാലൻ എന്തു മറുപടി പറയണമെന്നറിയാതെ പതറി നിൽക്കുകയാണ്. ഞാൻ എന്താ അവരോട് പറയുക, മകളെ കാണാനില്ലെന്നോ എന്ന് ബാലൻ ചോദിക്കുക. ബാലനാണെ കോൾ എന്നിട്ട് കട്ട് ചെയ്ത് വിടുകയാണ് കേട്ടോ. അത് കാണുമ്പം ഗോമതിക്ക് ആകെ ടെൻഷനാകുക. അപ്പം ആരും പറയും, അച്ഛാ വിളിച്ചിട്ട് നമ്മളാരും ഫോൺ എടുക്കാതിരുന്ന അവരെന്താ വിചാരിക്കുക എന്ന് ആരും ചോദിക്കുക. എടാ 10 മണിക്കാണ് മുഹൂർത്തത്തിന് മുമ്പ് അനുശ്രയെ മണ്ഡപത്തിൽ എത്തിക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ഫോൺ എടുക്കാം, ഉറപ്പുണ്ടോ നിനക്കൊക്കെ എന്ന് ആര്യനോടും ആനന്ദിനോടും ബാലൻ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും തല കുനിച്ച് നിൽക്കുകയാണ്. മീനു ആണെങ്കിൽ ഇതൊക്കെ കണ്ണും കേട്ടും എന്തു മറുപടി പറയണം എന്നറിയാതെ സങ്കടപ്പെട്ട് നിൽക്കുക. എൻ്റെ ഗുരുവായൂരപ്പ, എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? ഞങ്ങളോട് ഇങ്ങനൊരു ചതി ചെയ്തല്ലോ എൻ്റെ ഭഗവാനെ എന്ന് പറഞ്ഞ് ഗോമതിയാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുവാണ് കേട്ടോ. ബാലൻ ഇതിനൊന്നും മറുപടി ഇല്ലാതെ നിൽക്കുക. ഇതേ സമയം അനുശ്രയിട്ട് ഭയങ്കരമായിട്ട് പേടിപ്പിക്കുകയാണ് കേട്ടോ അലോക്. ദേ നീ കൂടുതൽ കിടന്ന് ഇവിടെ കരഞ്ഞ് ബഹളം വെച്ചാ ഈ കസേര എടുത്ത് നിന്റെ തലമണ്ട അടിച്ചു പൊട്ടിക്കും ഞാൻ, മനസ്സിലായോടി? നിന്റെ വീട്ടുകാരൊക്കെ നിന്നെ എഴുതി തള്ളൂടി. ഇന്നത്തോടു കൂടി അവരെ വഞ്ചിച്ച പെണ്ണിനെ അവരിനി സ്നേഹിക്കുവോ? ഒരിക്കലുമില്ല എന്ന് അലോക് പറയൂട്ടോ. ഞാനിവിടെ നിന്നെ സ്ഥിരമായിട്ട് ഇവിടെ പിടിച്ചു നിർത്താനൊന്നും പോകുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ഞാൻ നിന്നെ പറഞ്ഞങ്ങോട്ട് വിടും, നീ നിന്റെ വീട്ടുകാരുടെ കൂടെ തന്നെ പൊക്കോ. അതുവരെ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നോണം, മനസ്സിലായോ നിനക്ക്? നിന്റെ ശബ്ദം ഉയരാൻ പാടില്ല. നീ എന്താ എന്നെ ഇങ്ങനെ തുറിച്ച് നോക്കുന്നേ? ഓ, ഞാൻ നിന്നെ തട്ടിക്കൊണ്ട് വന്നത് കല്യാണം കഴിക്കാനാണെന്ന് നീ അങ്ങ് തെറ്റിദ്ധരിച്ച് കാണുമല്ലേ? വെറുതെയാ മോളെ. നിന്നെ തട്ടിക്കൊണ്ട് വരാൻ ഞാൻ പ്ലാൻ ചെയ്തത് എൻ്റെ മനസ്സിൽ അത് തന്നെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പ്ലാനില്ല. നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി തന്നെയാടി ഞാൻ തട്ടിക്കൊണ്ട് വന്നത്. പക്ഷേ ഇനി ഞാൻ നിന്നെ കെട്ടുന്നില്ല എന്ന് അലോക് പറയാം. നിന്റെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലിയുമായിട്ട് നിന്റെ വീട്ടുകാരുടെ മുന്നിലേക്ക് ചെല്ലണം, അതായിരുന്നു എൻ്റെ ഐഡിയ. അപ്പം അനുശ്രീ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ ആ പ്ലാൻ ഞാനങ്ങ് മാറ്റിയടി എന്ന് അലോക് പറയാം. എടി മോളെ, എനിക്ക് നിന്നോട് പ്രേമൊന്നും ഉണ്ടായിട്ടല്ല. നിന്റെ ചേട്ടൻ ആര്യൻ എന്നെ അത്രയ്ക്ക് അടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തോട് ചെയ്ത ദ്രോഹം അതൊന്നും ഞാൻ മറക്കില്ല. എൻ്റെ പെങ്ങളെ നിന്റെ ചേട്ടൻ ആര്യൻ കെട്ടിയില്ലേ? ഞങ്ങളുടെ കുടുംബത്തെ മുഴുവനും വേദനയിലാഴ്ത്തിക്കൊണ്ട് അതിന് പകരമായിട്ട് നിന്റെ കഴുത്തിൽ താലി കെട്ടണമെന്ന് തന്നെയായിരുന്നു എൻ്റെ തീരുമാനം എന്ന് പറയണേ. പനശ്രീ ഇതൊക്കെ കേട്ട് അവിടെ നിന്ന് കരയാ. എടി കരയാതെടി, നിന്റെ ഒരു കരച്ചിൽ നിർത്തടി എന്നും പറഞ്ഞ് വീണ്ടും അനുവിനോട് കിടന്ന് ചാടുവാണ് കേട്ടോ. അനു അപ്പം പേടിച്ചു പോവാണേ. എടി മോളെ, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്, 1 മിനിറ്റ് ഇപ്പം കാണിച്ചു തരാം എന്ന് അലോക് പറയാണ് കേട്ടോ. എന്നിട്ട് ഒരു താലി മല എടുക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോഴത്തേക്കും അനുശ്രീ ഞെട്ടിത്തരിച്ച് നിൽക്കുക. നീ എന്താ ലോക ചെയ്യാൻ പോകുന്നത്? ഇത് നിന്റെ കഴുത്തിൽ കെട്ടാൻ വേണ്ടി ഞാൻ മേടിച്ച താലിയാ എന്ന് അലോക് അനുശ്രീയോട് പറയുവേ. അപ്പം ആ താലി കാണുമ്പോൾ അവൾ ഞെട്ടി നിൽക്കുക. പിന്നെ ഞാൻ ആലോചിച്ചു, നിന്റെ കുടുംബത്തോട് പ്രതികാരം ചെയ്യാൻ ഞാൻ എന്തിനാടി എൻ്റെ ലൈഫ് സ്പോയിൽ ചെയ്യുന്നേ? നിന്നെപ്പോലെ ഒരുത്തിയെടുത്ത് എൻ്റെ തലയിൽ വെക്കേണ്ട ഒരാവശ്യമില്ല. എൻ്റെ വെല്ലിച്ചൻ എനിക്ക് കോടീശ്വരിയായ ഒരു പെൺകൊച്ചിൻ്റെ ആലോചന സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വൈകി അറിഞ്ഞത്. എനിക്ക് ആ ആലോചന നടന്നാൽ മതി. ആ കോടീശ്വരിയെ വിട്ടിട്ട് ഒരു പലചരക്കുകാരൻ്റെ മോളെ ഞാനെടുത്ത് എന്തിനാടി എൻ്റെ തലയിൽ വിൽക്കുന്നത് എന്ന് അലോക് പറയാം. എന്താടി, എൻ്റെ റൂട്ട് കറക്റ്റല്ലേ? നിന്നെപ്പോലെ വിവരമില്ലാത്തവളല്ലടി ഞാനെല്ലാം ബോധത്തോടെ കളിക്കൂ. വാ തുറന്ന് പറയടി എന്നും പറഞ്ഞ് അനുശ്രീയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് അവളെ വേദനിപ്പിക്കുകയാണ് കേട്ടോ. എടി, ഇതൊക്കെ ഞാൻ തുടങ്ങി വെച്ചത് നിന്റെ തന്തയില്ലേടി, ആ ഗോമതി സ്റ്റോർ ബാലൻ. അയാൾക്കുള്ള പണി കൊടുക്കാനാ. അയാൾ ആദ്യം എൻ്റെ അപ്പച്ചിയെ ചാടിച്ചു കൊണ്ടുപോയി. എൻ്റെ അപ്പച്ചിയെ എൻ്റെ അച്ഛനും വല്യച്ഛനും പൊന്നുപോലെ നോക്കി വളർത്തിയതാ. അവരെ തന്നെ ചാടിച്ചോണ്ട് പോയി ഞങ്ങളുടെ കുടുംബത്തെ മുഴുവനും ദ്രോഹിച്ചവനാ നിന്റെ അച്ഛനെന്ന് പറയുന്ന ആ നെറികെട്ടവൻ. ഈ നിമിഷം അലോക് അവർക്കും ആ വേദന തിരിച്ചു കൊടുക്കാൻ പോവാ. പലിശയും ചേർത്ത് നിന്റെ അച്ഛനും അപമാനിക്കപ്പെട്ട് നിൽക്കും. ഇപ്പം നിന്റെ വീട്ടുകാർ 4 പാട് നിന്നെ തേടുന്നുണ്ടായിരിക്കും. തേടട്ടേടി, മുഹൂർത്തത്തിൽ
വധുവിനെ കാണാതാവുമ്പം വരൻ്റെ വീട്ടുകാർ നിൻ്റെ വീട്ടിലേക്ക് അന്വേഷിച്ച് വരും. അപ്പം അവർക്കൊക്കെ മറുപടി കൊടുക്കേണ്ട ഉത്തരവാദിത്തം നിൻ്റെ ആങ്ങളമാർക്കും നിൻ്റെ അച്ഛനുമാ. എടീ, കല്യാണ ദിവസം പെണ്ണ് ഒളിച്ചോടി പോയെന്ന് അറിയുമ്പോഴുള്ള നിൻ്റെ അച്ഛൻ്റെയും ചേട്ടന്മാരുടെയും എൻ്റെ അപ്പച്ചയുടെയൊക്കെ ഒരു അവസ്ഥയെ അതെന്തായിരിക്കും എന്ന് ആലോചിച്ച് അലോക് അങ്ങ് ചിരിക്കുവാണ് കേട്ടോ. അവർ വേദനിക്കണോടി. എടീ, ജീവനും ബന്ധുക്കളും അവർ വെറുതെ വിടുവോ? ഇല്ലല്ലോ. വാക്കുകൾ കൊണ്ട് അപ്പച്ചയുടെ തൊലി ഉരിയും. നിന്റെ തന്തയുടെ മുഖത്ത് ജീവൻ ചിലപ്പം ചെരുപ്പ് ഊരി അടിക്കും ആ ജീവൻ എന്ന് പറയുന്നവൻ. നിന്റെ വീട്ടിൽ വലിയ ബഹളം നടക്കും. ആ സമയത്തായിരിക്കും ഞാൻ നിന്നെയും കൊണ്ട് അങ്ങോട്ട് കയറി ചെല്ലുന്നത് എന്ന് അലോക് അനുവിനോട് പറയണം കേട്ടോ. എന്നിട്ട് നിന്റെ തന്തയോടും ജീവനോടും നിന്റെ ചേട്ടന്മാരോടും ഞാൻ പറയും, കഴിഞ്ഞ രാത്രി നീ എൻ്റെ കൂടെ ആയിരുന്നുവെന്ന്, നീ എൻ്റെ കൂടെ ഇറങ്ങി വന്നതാണെന്ന്, അതും എൻ്റെ പിന്നാലെ എന്നെ തേടി നീ അങ്ങോട്ട് വന്നതാണെന്ന്. അലോകെ, ഞാൻ നിൻ്റെ കാല് പിടിച്ച് പറയാം, ദയവ് ചെയ്ത് ഇത്രയും വലിയൊരു ആപത്ത് എൻ്റെ കുടുംബത്തിൽ ഉണ്ടാക്കരുത്. ഞാൻ ഇത് തന്നെ ചെയ്യും. അലോകെ, നീ ഇങ്ങനെ ചെയ്താൽ ഒരു കുടുംബത്തെ മുഴുവനും ശാപം നിൻ്റെ തലയിലുണ്ടാകും. ഉണ്ടായിക്കോട്ടെ, എൻ്റെ കുടുംബത്തിൻ്റെ മുഴുവൻ ശാപം നിൻ്റെ അച്ഛൻ്റെ തലയിലുണ്ട്. എന്നിട്ട് അയാൾക്കൊന്നും പറ്റിയില്ലല്ലോ, അയാൾ സന്തോഷത്തോടെ ജീവിക്കുന്നില്ലേ? അതുപോലെ ഈ അലോകും അങ്ങ് ജീവിച്ചോളാം. എന്തേ? അതോർത്ത് എൻ്റെ പൊന്നുമോള് സങ്കടപ്പെടണ്ട കേട്ടോ. എൻ്റെ തലയിൽ വിടുന്ന പ്രാക്കുകൾ ഞാനങ്ങ് സഹിച്ചു എന്ന് പറയുകയാണേ. നിൻ്റെ കൊണ്ട് ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് ചെല്ലും. നിന്നെ എൻ്റെ കൂടെ ഇറങ്ങി വന്ന നിൻ്റെ കാണുന്ന അവരുടെ അവസ്ഥയൊന്ന് നീ ആലോചിച്ച് നോക്കിയേ. അവർ ലോകത്തെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന എൻ്റെ കൂടെ അവരുടെ പുന്നാര പെങ്ങൾ ഒരു രാത്രി മുഴുവൻ കഴിഞ്ഞുവെന്ന് നിൻ്റെ തന്തയും നിൻ്റെ ആങ്ങളമാരും അറിഞ്ഞാൽ പിന്നെ അവർക്ക് തല നിവർത്തി നിൽക്കാൻ പറ്റുമോ? ഈ നാട്ടുകാരുടെ മുന്നിൽ, ജീവൻ്റെ വീട്ടുകാരുടെ മുന്നിൽ? ഒരിക്കലുമില്ല. അതും നീ എൻ്റെ കൂടെ ഇറങ്ങി സ്വയം വന്നതാണെന്ന് ഞാൻ അവരോട് പറയും. എന്നെ കല്യാണം കഴിക്കണമെന്ന് ഒരു പട്ടിയെ പോലെ എൻ്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് നീ വന്നതാണെന്ന് ഞാൻ പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന എല്ലാവരും വിശ്വസിക്കത്തില്ലേടി എന്ന് ചോദിക്കുക. അപ്പം അനുശ്രീയാണ് അവിടെ ഇരുന്ന് കരഞ്ഞിവിടെ ശബ്ദം ഉണ്ടാക്കുക. നിൻ്റെ മുടി ഞാൻ വലിച്ചു പറിക്കും എന്നും പറഞ്ഞ് വീണ്ടും അവളുടെ തലമുടിയെ പിടിച്ച് വലിക്കാൻ കേട്ടോ. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോ, ഇല്ലെങ്കിലുണ്ടല്ലോ നിനക്ക് ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത് എന്ന് പറയേ. അപ്പോഴത്തേക്ക് അനുശ്രീ അവിടെ കിടന്ന് കാറി വിളിക്കാം, നാട്ടുകാരെ ഓടി വരണേ എന്നും പറഞ്ഞുകൊണ്ട്. അടങ്ങി ഒതുങ്ങി ഇരുന്നോളണം നീ ഇവിടെ കിടന്ന് എന്തുമാത്രം കാറിയും കൂവിയും ബഹളം വെച്ചിട്ടും ഒരു കാര്യവും എന്ന് അലോക് പറയാം. ഇവിടെങ്ങും ഒരു മനുഷ്യരും ഇല്ല എന്ന് പറയാണ് കേട്ടോ. പെട്ടെന്ന് അനന്തൻ അച്യുതൻ്റെ അടുത്തേക്ക് ചെല്ലുക. അച്യുത, നീ അറിഞ്ഞില്ലേ, ദേവമംഗലത്തെ അനുശ്രീയെ കാണാനില്ലെന്ന് വലിയ ബഹളം നടക്കുക എന്ന് പറയാം. കല്യാണ ദിവസം കല്യാണ പെണ്ണിനെ കാണാനില്ലെന്ന് വെച്ചാൽ അത് വലിയ അപമാനമല്ലേ? കല്യാണ ദിവസം കല്യാണ പെണ്ണിനെ കാണാത്തതിൻ്റെ അവസ്ഥയും വേദനയൊക്കെ നമ്മളും അറിഞ്ഞതല്ലേ ഏട്ടാ. നമുക്കും ഇങ്ങനൊരു ദിവസമില്ലായിരുന്നോ? മിത്രയെ കാണാതെ ഏട്ടൻ തളർന്ന് വീണതല്ലേ? ജീവൻ ഒടുക്കാൻ തന്നെ തീരുമാനിച്ചതൊക്കെ ഏട്ടൻ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? പക്ഷെ ഞാൻ മറക്കത്തില്ല. അനുശ്രീയെ കാണാനില്ലെന്ന് ഞാൻ അറിഞ്ഞു. അത് ദൈവം കൊടുത്ത ശിക്ഷ ചേട്ടാ. രണ്ട് തവണയാ നമ്മുടെ കുടുംബം അവരെ കാരണം നാണം കെട്ടത് നിൽക്കുന്നത്. മിത്ര കാരണം ഏട്ടനും ഗോമതി കാരണം നമ്മളെല്ലാവരും, നമ്മുടെ അച്ഛൻ ഉൾപ്പെടെ അപമാനിക്കപ്പെട്ട് ഈ കുടുംബത്തിൽ നിന്നതൊക്കെ ഏട്ടനങ്ങ് മറന്നു പോയോ? അല്ലടാ, അലോക് എവിടെ എന്ന് അച്യുതനോടൊപ്പം ചോദിക്കും കേട്ടോ. അച്യുത, അനുശ്രീയെ കാണാതായതിന് പിന്നിൽ അലോകിൻ്റെ കൈകളുണ്ടോ എന്ന് അനന്ത വീണ്ടും ചോദിക്കുക. ഏട്ടനിത് എന്താ പറയുന്നേ? അലോക് അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അച്യുത, ദേവമംഗലത്തുകാർ നമ്മുടെ ശത്രുക്കൾ തന്നെയാണ്. പക്ഷേ ഇതുപോലൊരു തിരിച്ചടി കൊടുത്ത് പകരം വീട്ടാൻ മാത്രം നമ്മൾ അതപ്പതിച്ചു പോയിട്ടുണ്ടോ? അങ്ങനെ ചെയ്യരുതായിരുന്നടാ. കാരണം അവിടെ ഉണ്ടാക്കുന്ന വേദനയുടെ ആഴം എനിക്ക് തന്നെ അറിയാം. ഏട്ടാ, അവൾ ആരുടെയോ ഒപ്പം ഇറങ്ങിപ്പോയി, അല്ലാതെ അലോകിന് ഇതിൽ ഒരു പങ്കുമില്ല. അലോക് അങ്ങനെ ഒട്ട് ചെയ്യത്തുമില്ല എന്ന് അച്യുതൻ പറയണം കേട്ടോ. അപ്പോൾ അനന്തൻ ഇത് കേട്ട് ആകെ ചിന്തിച്ച് നിൽക്കുക. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്.